എന്തോന്നാവുണ്ട്. ഏയ് അവൾ ഉണ്ടാക്കട്ടെ. അളിയോ 1 മണിയാൻ ഇപ്പൊ 2 മിനിറ്റ് കൂടെ ഉള്ളു. അളിയന് നല്ല വിശപ്പായി. ഏയ് വിശപ്പല്ല, ഈ മുളകിട്ട മീൻകറിയുടെ കാര്യം ആലോചിക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു സുഖം. ബെസ്റ്റ്. ഈ ചുവന്ന കളറിലെ മീൻകറിയൊക്കെ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, കാരണം നമുക്ക് മീൻകറി ഉണ്ടാക്കാനെന്ന് അറിഞ്ഞൂടാ. പക്ഷെ മീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അസലായിട്ട് അത് പൊരിക്കാൻ അറിയാം. യൂട്യൂബിൽ നോക്കിയിട്ടേ ഏത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലിലെ റെസിപ്പി ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നാൾക്ക് ഉണ്ടാക്കിയുള്ളൂ, ഒരു ടേസ്റ്റ് ആയിരുന്നു അറിയൂ. സ്പെഷ്യൽ മസാല അതൊക്കെ ഉണ്ടാക്കുള്ളൂ ഉറപ്പാ. പിന്നെ അത് ചിലപ്പോ കിട്ടുമായിരിക്കും. അതെ, നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? എന്തിന്? ആവുമ്പോ അവള് വന്ന് വിളിക്കാൻ. അതാണ്. അല്ലെങ്കിൽ 2 മണിക്ക് 3 മണിക്ക് ചോറ് എടുക്കട്ടാന്ന് ചോദിച്ചാലും വേണ്ടെന്ന് പറയുന്നത്. ഇന്ന് എന്തൊരു ആക്രാന്തത്. 1 മണിയാവുമ്പോ ചോറ് വേണമെന്ന്. കൊള്ളാം. കൊതിയായി. അത് തന്നെ. ആ ആയാ വരുന്നു. ഓ എന്നൊരു സ്പീഡ് ഞാൻ നോക്കിയതാ. മോളെ, ഇതെല്ലാം നീ ഉണ്ടാക്കിയാണോ? അല്ല, എന്നാലും ഇത്രയും സാധനങ്ങൾ ഇത്രയും പെട്ടെന്നുള്ള സമയത്ത് ഉണ്ടാക്കിയല്ലോ, അതവിടെ ഒരു കഴിവാ. അതെ, എന്റെ മോളാവള്. അളിയൻ അങ്ങ് കുറെ നേരമായിട്ട് എന്റെ മോളാന്ന് പറയുന്നല്ലോ. ഞങ്ങൾക്ക് ആർക്കും അതിനകത്ത് സംശയമില്ല. അളിയന്റെ മോള് തന്നെ. എന്റെ മോളെന്ന് പറഞ്ഞാലേ ഞങ്ങളുടെ മോളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. മതി മതി മതി, പിന്നെ ബാക്കി പിന്നെ കഴിക്കാം. അയ്യോ, എന്തെടുത്താലും മറിഞ്ഞുപോയി. ഡെക്കറേഷൻ ഒക്കെ ഉണ്ട് കേട്ടാ. ഒരു തുണി വേണം. പപ്പടം. ഞാൻ പറഞ്ഞില്ലേ മീൻ പൊരിച്ചത് നല്ല ടേസ്റ്റ് ആണെന്ന്. നോക്കട്ടെ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം ഞാൻ. കൊള്ളാല്ലേ? എനിക്ക് എപ്പോഴും തോന്നി ഞാൻ ഉണ്ടാക്കിയ പിന്നെ പറയണ്ടത്. ഓ അടിപൊളി. ഞാൻ നോക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. മാമനൊന്നും പറയാനില്ലടി. അതാണ് സൂപ്പർ. സത്യം പറഞ്ഞാൽ ഈ പാചകത്തിൽ നിനക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അതെ, എന്റെ മോളാണ്. അല്ല, അതല്ല. ഇതേ ഈ പാചകം എന്ന് പറഞ്ഞാലേ പാരമ്പര്യം. എന്റെ അമ്മയുടെ കൈപ്പുണ്യം അവൾ കിട്ടിയത്. അല്ല, ഇച്ചിരി നേരം മുമ്പേ അളിയൻ എന്നോട് പറഞ്ഞതേ അവക്ക് പിന്നെ അമ്മയുടെ അല്ല, അത് മണിയുടെ കൈപ്പുണ്യം ഉണ്ട്. ഈ മണിയുണ്ടല്ലോ, മട്ടനും ചിക്കനും കൊണ്ട് ഇഷ്ടം പോലെ നല്ല ടേസ്റ്റ് ആയിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കും. പക്ഷെ മീൻ കൊണ്ട് ഇതുപോലെ ഇത്ര സൂപ്പറായിട്ട് അതെന്റെ മോള് ഇന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. സൂപ്പറായിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. തരാം. നീ ഞാൻ കുറച്ച് അച്ചാർ തരാളിയാ. മാവനോട് നീ മീൻ അളിയാ, അളിയനല്ലേ മീൻ വറുത്തത് കഴിക്കുക. ഓ ഒരു നാറ്റ് ഇവിടെ മൊത്തം മീനാക്കി വെച്ചു. കോളാക്കി വെച്ച് ഇവിടെ നിന്ന് തുടച്ചതുപോലും ഇല്ലേ പെണ്ണ്. ഇവിടെ കാര്യം പക്ഷെ പാവല്ലേ, എന്നാലും ഇത്രയൊക്കെ അവള് ചെയ്തതല്ലേ, നല്ല ടേസ്റ്റ് ആയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തിന്ന് പോട്ടെ. നമുക്ക് ഞാൻ ക്ലീൻ ചെയ്യാം. അവക്കൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത്രയൊക്കെ ചെയ്തതല്ലേ.
മണിക്കുട്ടി ചേട്ടാ, റിങ്കി, ഇങ്ങ് വാ. എന്ത് മണി? വാ. എന്താടി? എന്തമ്മ? ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. ചോദിക്കാം. ഇന്ന് മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടേ എത്ര മീന് വാങ്ങിച്ചു? ഒരെണ്ണം. ആണല്ലോ, ഉറപ്പാണല്ലോ. ഓ അപ്പൊ ഇതെന്താ? ഫ്രിഡ്ജിനകത്തുനിന്ന് കിട്ടിയതാ. അല്ല, ഈ മീനാ ഞങ്ങൾ വാങ്ങിച്ചത്. അതെ. ഈ മീൻ നിങ്ങൾ വാങ്ങിച്ചതാ? ഈ ഒരു മീൻ. അതെ. അപ്പൊ കറി ഉണ്ടാക്കി നമ്മൾ കഴിച്ച മീൻ ഏതാ? മകളെ റിങ്കി, എവിടെ എവിടെ? അതേത് മീൻ? ഏത് മീനാടി? ഏത് ഓട്ട മത്സരത്തിന് പോണോ? പിന്നെ പറയടി. പറ. ഹോട്ടലിലെ മീൻ. ഹോട്ടലിലെ മീൻ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? വാടി. അച്ഛന്റെ മോള് തന്നെ. എന്തോന്നായിരുന്നു നാടകം ഇവിടെ? എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പെങ്ങളെ. നമ്മൾ പുറത്തിരിക്കുമ്പോഴേ മീൻ മറക്കുന്നതിന്റെ മണം അടിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇതിങ്ങനെ ആവുള്ളൂ. മോളെ നിനക്കിത് പറ്റൂല. നിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ ഇങ്ങനെ പണിക്ക് പോണമായിരുന്നോ? പറ്റാത്തോണ്ടല്ല, അത് മൂർച്ചയില്ലാത്തോണ്ടാണ്. മൂർച്ചയില്ലാത്തതാണ്, അതുകൊണ്ട് മാത്രം അല്ലേ? അല്ല ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചതല്ലേ പറഞ്ഞേ? കാശ് കൊടുത്തിട്ട് അച്ഛന്റെ പേഴ്സണൽ എന്ത് വന്നാലും അവസാനം നഷ്ടം എനിക്ക് തന്നെ. അതാണ് ഞാൻ പറഞ്ഞ പരമസത്യം. അളിയന്റെ അതേ ബുദ്ധി, അതേ സൗന്ദര്യം, അതേ മണ്ടത്തരവാ.